ഇന്ന് നമുക്കിതേ ഈ ഒരു 3 ലെയർ ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ കണ്ടാലോ. ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മാർക്കിങ് ഞാൻ പറഞ്ഞു തരാവേ. ഇത് യോക്ക് പാർട്ടാണ്. യോക്ക് പാർട്ട് 11 ഇഞ്ച് ലെങ്തിലും അതേപോലെ തന്നെ വിട്ട് സീം അലവൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 9.5 8.5 വരുന്നത്. അത് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടും യോക്ക് പാർട്ടിൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 11 ഇഞ്ച് തന്നെയാണ് ലെങ്ത്. ഇനി നമുക്ക് സ്ലീവ് വേണം. സ്ലീവ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ട് കൊടുക്കുന്നത് കൊണ്ട് ഒരു 3 ഇഞ്ച് മാറ്റിയിട്ട് ബാക്കി താഴേക്ക് ഒരു 15 ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് താഴ്ഭാഗത്തേക്കുള്ള ലെയർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. എല്ലാ ലെയറും 3 ലെയറും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. 12 ഇഞ്ചസിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗം വെച്ചതിന് ശേഷം നമ്മൾ ആ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ലൈനിങ്ങിൻ്റെ നെക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടില്ല. ഈ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ലൈനിങ്ങിൻ്റെ ആ നെക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഒന്നെങ്കിൽ ലൈനിങ്ങിൻ്റെ അല്ലെങ്കിൽ നല്ല ഭാഗത്തിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ നെക്ക് ഇതേപോലെ കട്ട് ചെയ്യാതെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ അതിനെ നമ്മൾ തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ആ നെക്കിനെ നമുക്ക് കൃത്യമായിട്ടൊന്ന് പതിച്ചടിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോഴേ നമ്മുടെ നെക്ക് കറക്റ്റായിട്ടിരിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് നെക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് അതേപോലെ തന്നെ വേണം നമ്മളിനി ബാക്ക് നെക്ക് കൂടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ഞാൻ വെറും 3 ഇഞ്ച് മാത്രമാണ് കൊടുത്തത്. എന്നാൽ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് ഞാൻ 7 ഇഞ്ചസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതുകൊണ്ടാണ് ഈ അളവ് ഇപ്പോൾ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡേഴ്സ് തമ്മിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ 2 ഡ്രസ്സിൻ്റെയും നല്ല ഭാഗം തമ്മിൽ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് ബാക്ക് പാർട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണില്ല കേട്ടോ. തയ്യൽ തുമ്പ് ഒന്നും കാണില്ല. അപ്പോൾ നമ്മൾ 2 ഷോൾഡറും അതുപോലെ തന്നെ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് റെഡിയാക്കണം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് നമ്മൾ സ്ലീവ്സ് ചെയ്യുന്നതെന്ന്. ആ പ്ലീറ്റ്സിനെ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഒന്ന് ഇട്ട് കറക്റ്റാക്കി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ മാത്രമല്ല താഴ്ഭാഗത്ത് നമ്മൾ ചെറുതായിട്ട് പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്ലീവിന്. ഒത്തിരി പ്ലീറ്റ്സ് ഒന്നുമില്ല, 3 4 അത്രമാത്രം പ്ലീറ്റ്സ് കൊടുത്ത് നമുക്കതുകൂടി ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ സ്ലീവിനെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് ഒരു ക്രോസ് പീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പീസ് എടുത്തതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ നല്ല ഭാഗത്തല്ല സ്ലീവിൻ്റെ ബാക്ക് ഭാഗത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നല്ല ഭാഗത്തിലേക്ക് ഇതേപോലെ ഒന്ന് 2 ആക്കി മടക്കിയെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ താഴ്ഭാഗവും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ 2 സ്ലീവും ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. ഇനി വേണം നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. സാധാ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ എപ്പോഴും സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് 2ൻ്റെയും സെൻറ്റർ പാർട്ട് നമ്മൾ കറക്റ്റായി നോക്കിയതിന് ശേഷം നല്ല ഭാഗവും ഒരുപോലെ വെച്ചിട്ട് വേണം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ എപ്പോഴും 2 സ്റ്റിച്ചെങ്കിലും മിനിമം ഇട്ട് കൊടുക്കണം. എങ്കിലേ അത് കറക്റ്റായിട്ട് സെക്യൂർ ആയിട്ട് അത് ഇരിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ സ്ലീവ് നമ്മൾ കറക്റ്റായിട്ട് 2 സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണം നമ്മുടെ യോക്ക് പാർട്ട് ലെയറുകൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. നൂല് വലിച്ചിട്ടല്ല കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം. അതായത് ഇപ്പം ഞാൻ ഒരു ലെയർ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി മെറ്റീരിയലാണ് 2ാമത്തെ ലെയറിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെയും ഇരട്ടി മെറ്റീരിയലാണ് ഞാൻ 3ാമത്തെ ലെയറിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഏകദേശം 5 മീറ്റർ മെറ്റീരിയൽ മുഴുവനായിട്ട് ഞാൻ ഈ ഡ്രസ്സിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത്രയും ഫ്ലെയർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
തുണിയുടെ അളവ് കുറച്ചിട്ട് ഒന്നും കൂടെ ചെയ്യാനായിട്ട് പറ്റും. കറക്റ്റായിട്ട് നമുക്കിങ്ങനെ ഓരോ ലെയറിലും ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് ചെയ്തെടുക്കാം. അങ്ങനെ പ്ലീറ്റ്സ് ഇടുന്നത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്, പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ലെയർ ചെയ്തെടുത്ത് മൂന്നാമത്തെ ലെയറിൻ്റെ അടിഭാഗം കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷമുള്ള ലുക്കാണിത്. 3 ലെയറിൽ കറക്റ്റായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതുകൊണ്ട് കറക്റ്റായിട്ട് പ്ലീറ്റ്സ് അടുക്കി വെച്ചതുപോലെ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 5 മീറ്റർ മെറ്റീരിയൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന്. അതുകൊണ്ട് തന്നെ നല്ല ഫ്ലെയറിലാണ് എൻ്റെ ഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഫ്ലെയറിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു 3.5 മീറ്ററിൽ അല്ലെങ്കിൽ 4 മീറ്ററിലൊക്കെ കറക്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എനിക്ക് എന്തായാലും ഈ ഡ്രസ്സ് തയ്ച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് നല്ല കോംപ്ലിമെൻറ്റ്സ് ഒക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളും ഈ വീഡിയോ എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയണേ. ഞാൻ കോട്ടൺ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇത് വേറെ മെറ്റീരിയലിലും ഇതേപോലെ ലെയേർഡ് ആയിട്ടുള്ള നമുക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ.